ബയോപ്സി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് ചെയ്തു. അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, അത് സ്പ്രെഡ് ആവുകയും ചെയ്തു. മാസത്തിൽ 10 ദിവസം ചെയ്തായിരുന്നു. ഛർദിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ മരുന്ന് കഴിച്ചപ്പോൾ കുറവുണ്ട്. നമ്മളിപ്പോൾ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലാണുള്ളത്. നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് ഒരു തവണ മെഡിസിൻ ഉപയോഗിച്ചു, നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ അടുത്ത തവണ ഇനിയും വരുമെന്നാണ് പറയുന്നത്. നമുക്ക് അവരോട് ചോദിക്കാം ഇവർക്ക് ഏത് രീതിയിലുള്ള ക്യാൻസർ ആണ് ബാധിച്ചതെന്നും ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും കൂടാതെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ഇവർ വരാനുണ്ടായ കാരണം എന്താണെന്നും നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം മാഡം, മാഡത്തിന്റെ പേര്? നമസ്കാരം. മഞ്ജുള. എവിടെ നിന്നാ വരുന്നത്? ശങ്കരണ്ടിന്നാ വരുന്നത്. എത്ര വയസ്സുണ്ട്? 46. മാഡത്തിന് എന്ത് ക്യാൻസർ ആണെന്നാണ് പറയുന്നത്? ടങ് ക്യാൻസർ. ടങ് ക്യാൻസർ അല്ലേ? ഈ ടങ് ക്യാൻസർ ആണെന്ന് മാഡം എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് പറയാമോ? അതായത് ക്യാൻസർ ആണെന്ന് എങ്ങനെ അറിഞ്ഞത്? ചെറിയൊരു മുഴ പോലെ വന്നു മാഡം. അപ്പൊ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. എന്നിട്ടൊന്നും കുറഞ്ഞില്ല. ബയോപ്സി ചെയ്യണമെന്ന് അവര് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ബയോപ്സി ചെയ്തു നോക്കി. എനിക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാ മനസ്സിലായേ. അതിനുശേഷം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണിത് സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞത്. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ റേഡിയേഷൻ ചെയ്യാൻ പറഞ്ഞു. മാസത്തിൽ 15 ദിവസം ചെയ്തു. അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. യൂട്യൂബിൽ കണ്ടു. എന്റെ മക്കളും കണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ മാസമാണ് വന്നത്. ഇപ്പൊ മരുന്ന് കഴിച്ചിട്ട് നല്ല മാറ്റമുണ്ട്. അതുമാത്രമല്ല, എനിക്ക് ക്യാൻസർ ഇപ്പോൾ ഈ ഭാഗത്തും കൂടി വന്നായിരുന്നു. അത് വളരെ ചെറുതായിരുന്നു. അത് 6 മാസം തുടർച്ചയായി മരുന്ന് കഴിച്ചാൽ മാറിക്കോളൂ എന്നാ പറഞ്ഞേ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് മരുന്ന് കഴിക്കുന്നത്. എനിക്ക് ഓപ്പറേഷനൊക്കെ ചെയ്തായിരുന്നു മാഡം. എന്നാ കുറച്ച് സ്പ്രെഡായി വന്നായിരുന്നു. സംസാരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും വേദന അനുഭവപ്പെടുന്നുണ്ടോ? അവിടുത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം ഇവിടെ കുറച്ച് റെഡ് കളറായിട്ട് വന്നായിരുന്നു മാഡം. സാറിന്റെ അടുത്ത് പറഞ്ഞപ്പോ റേഡിയേഷൻ ചെയ്തില്ലായിരുന്നോ? അപ്പൊ അത് മാറിക്കോളും, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ മരുന്ന് കഴിച്ചപ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ മരുന്ന് കഴിച്ച 1 മാസത്തിനുള്ളിൽ തന്നെ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായത്? നല്ല മാറ്റമുണ്ട് മാഡം. ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോ മുഴയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട് മാഡം. എനിക്ക് തൊണ്ടയിലൊക്കെ നല്ല വേദനയായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി മാഡം. നന്നായിട്ട് കഴിക്കുന്നുണ്ട്. നല്ല വിശപ്പുണ്ട്. ഇവര് പറഞ്ഞ പോലെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടുത്തെ ഡയറ്റീഷ്യൻ പറയുന്നതാണോ ഫോളോ ചെയ്യുന്നത് മാഡം? മാഡത്തിന് പറ്റുന്ന പോലെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നന്നായിട്ടുണ്ട് മാഡം. മാഡത്തിന് വന്ന ഈ ക്യാൻസർ ഉണ്ടല്ലോ, മാഡത്തിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? അതായത് പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും? ഇല്ല, ആർക്കുമില്ല മാഡം. ആർക്കുമില്ല അല്ലേ? ഇപ്പൊ പുനർജനിൽ വന്നിട്ട് എത്ര മാസം ട്രീറ്റ്മെന്റ് വേണമെന്നാ പറഞ്ഞത്? 6 മാസം എന്നാ പറഞ്ഞത്. 6 months അല്ലേ? അതിനുശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കണോന്നാ പറഞ്ഞേ. ആ ടെസ്റ്റിലെല്ലാം മാറുന്നാ പ്രതീക്ഷ. ഞാൻ വിശ്വാസത്തോടെയാണ് ഇവിടെ വന്നത് മാഡം. സോ 1 മാസത്തിനുള്ളിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടെന്ന് മാഡത്തിന് മനസ്സിലായല്ലേ? അതെ അതെ അതെ. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണല്ലേ മാഡം ഇവിടേക്ക് വന്നത്? മാഡത്തിന് ഇതിനെ പറ്റിയൊക്കെ അറിയാലേ? എനിക്ക് വിശ്വാസമാണ്. എനിക്ക് അറിയാവുന്നവരോടൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറയും, ഡോക്ടറെ കാണാനായി. അവർക്ക് വായിലാ ക്യാൻസർ. അവരും ഇപ്പൊ ഇവിടെ ഒന്ന് മരുന്ന് വാങ്ങിയിട്ട് പോയി മാഡം. ഇപ്പൊ ഭേദമായിട്ടുണ്ടോ? എനിക്കറിയില്ല മാഡം. പിന്നെ ഞാൻ അവരെ കണ്ടില്ല മാഡം. ഞാനിവിടെ വരാൻ പറഞ്ഞായിരുന്നു. ഓക്കെ മാഡം. മാഡം വിശ്വാസത്തോട് കൂടെ തന്നെ ഇരുന്നോളൂ, ധൈര്യമായിട്ട് ഇരുന്നോളൂ. നല്ലത് മാത്രമേ നടക്കൂ. ഇവര് പറഞ്ഞതുപോലെ തന്നെ മരുന്ന് കണ്ടിന്യൂ ചെയ്തോളൂ. തീർച്ചയായും. ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും സ്കാൻ ചെയ്യാൻ പറയും. അപ്പോൾ ആ സ്കാൻ റിപ്പോർട്ടോട് കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ മാഡം, താങ്ക് യു.